നമസ്കാരം, നിളാവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കൊതിപ്പിക്കുന്ന രുചിയിൽ സ്നാക്സ് ബേ ക്രിസ്പി ലോഡഡ് ഫ്രൈസ് ഇനി ഒരു വിളിക്ക് വീട്ടിലെത്തും. വൈകുന്നേരം 4 മുതൽ രാത്രി 10 വരെ ഞങ്ങൾ നിങ്ങൾക്കായി റെഡിയാണ്. പൊന്നാനി, ഈശ്വരമംഗലം, നരിപ്പറമ്പ്, തവനൂർ, അയങ്കലം, ആലത്തിയൂർ, പുറത്തൂർ, മംഗലം പരിസര പ്രദേശങ്ങളിൽ എവിടെയുമാകട്ടെ, ഉടൻ ഓർഡർ ചെയ്യും. അമൃതസ്നാനത്തോടെ മഹാമാഘോത്സവത്തിന് സമാപനം. ഫെബ്രുവരി 3 ചൊവ്വാഴ്ച മഹാമാഘ മഹോത്സവത്തിൻ്റെ അവസാന ദിനമായി ആചരിച്ചു. മകൻ നക്ഷത്രം, ദ്വിതീയ തിഥി എന്നീ അത്യന്തം ശുഭയോഗങ്ങളോടെയാണ് മഹാമഹകത്തിൻ്റെ സമാപനം കുറിച്ചത്. സമാപന ദിനത്തിലെ പ്രധാന ആചാരമായി മാഘമകം അമൃതസ്നാനം രാവിലെ 8 മണിക്ക് ആരതിഘട്ടിൽ നടന്നു. മഹാമാഘ മഹോത്സവത്തിലെ ഏറ്റവും വിശുദ്ധമായ ആചാരങ്ങളിലൊന്നായ അമൃതസ്നാനത്തിൽ നാഗസന്യാസി വര്യന്മാർ ഉൾപ്പെടെയുള്ള സന്യാസിമാരും ആയിരക്കണക്കിന് ഭക്തജനങ്ങളും ചേർന്നു. ഹിന്ദു പുരാണ പരമ്പരകളനുസരിച്ച് അമൃതസ്നാനം ആത്മശുദ്ധിയെയും അമരത്വസ്നാനത്തെയും പ്രതീകമായി സൂചിപ്പിക്കുന്നു. ഈ ദിവ്യയോഗത്തിൽ നടക്കുന്ന പുണ്യസ്നാനം പാപമുക്തി നൽകുകയും ജന്മചരണ ചക്രത്തിൽ നിന്നുള്ള മോചനത്തിന് വഴിയൊരുക്കുകയും ആത്മീയ ഉണർവിലേക്കുള്ള യാത്ര സഫലമാക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. അമൃതസ്നാനത്തിന് ശേഷം യതിപൂജയും നടന്നു. സനാതനധർമ്മത്തിൻ്റെ നിലനിൽപ്പിനായി സർവ്വതും ഉപേക്ഷിച്ച് ജീവിതം സമർപ്പിച്ച സന്യാസിമാരെയാണ് യതി എന്ന് വിളിക്കുന്നത്. ധർമ്മത്തെ നയിക്കുന്ന ഇത്തരം യതി ആചാര്യന്മാരെ പൂജിക്കുന്നത് ഭക്തർക്ക് ഗുരുത്വബോധവും ജീവിതത്തിൽ സൽമാർഗഗതിയും ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ജ്ഞാനികളായ സന്യാസിമാരുടെ പാദപൂജയും അവർക്കുള്ള അന്നദാനവും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും മഹത്തായ പുണ്യം നൽകുമെന്നാണ് ശാസ്ത്ര വിശ്വാസം. ഭണ്ഡാര എന്ന വിശിഷ്ട ആചാരവും നടന്നു. സന്യാസി വൈദ്യന്മാർക്ക് സമൃദ്ധമായ അന്നദാനം നടത്തുന്ന ഈ ചടങ്ങിന് വലിയ ആത്മീയ പ്രാധാന്യമുണ്ട്. സനാതനധർമ്മത്തിൽ ഒരു സന്യാസിയെ ദൈവത്തിൻ്റെ ജീവനുള്ള രൂപമായാണ് കണക്കാക്കുന്നത്. അതിനാൽ സന്യാസിമാർക്ക് ഭക്ഷണം നൽകുന്നത് ദൈവത്തിന് നേരിട്ട് സമർപ്പിക്കുന്ന സേവനമായി കരുതപ്പെടുന്നു. ഭണ്ഡാരയിലെ ഏറ്റവും ശ്രദ്ധേയമായ കാഴ്ചയാണ് പംഗദ്ഗത്. രാജാവിനും സാധാരണക്കാരനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും നിലത്ത് ഒരേ നിരയിൽ ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ദൃശ്യം. എല്ലാ സാമൂഹിക വേർതിരിവുകളെയും ഇല്ലാതാക്കുന്ന ഈ ആചാരവും സനാതനധർമ്മത്തിൻ്റെ സമത്വബോധവും മാനവിക മൂല്യങ്ങളും ശക്തമായി ഓർമ്മിപ്പിക്കുന്നു. തിരുനാവായയിലെ ഭാരതപ്പുഴ തീരം ആത്മീയ ഉണർവിൻ്റെയും സമൂഹധാർമ്മിക ബോധത്തിൻ്റെയും സാക്ഷിയായി മാറുമെന്നും സഭാപതി മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവദനം ഭാരതി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, നിളാവിഷൻ, പുറത്തൂർ.